ടു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആ മൊഡ്യൂൾ 2 എന്തായിരിക്കും കുറച്ച് ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും, മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. അങ്ങനെ ഓരോ സബ്ജക്റ്റിന് മൊഡ്യൂൾ വൈസ് വളരെ ടഫ് ആയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡഡ് ആണ് എന്തെന്ന് പറയുന്നത് മൊഡ്യൂൾ വൈസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്നിട്ട് അത് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്ത് ഇപ്പോൾ പഠിച്ചു പോകുക. കാര്യങ്ങളൊന്നുമില്ല അല്ലെ, കാരണം 2026 ഏപ്രിൽ ഫസ്റ്റ് വീക്ക് തന്നെ നമ്മുടെ എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ജസ്റ്റ് വിളിച്ച് സംസാരിക്കുന്ന കുറെ ആളുകളുണ്ട്, ഉറങ്ങിയതല്ല. കാരണം നമ്മൾ എന്നാണോ ഈ സ്ഥാപനം ആരംഭിച്ചിട്ടുള്ളത് അന്ന് തൊട്ടേ നമ്മൾ വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിഞ്ഞു തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വീട്ടമ്മമാരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ മാർച്ച് മാസമാണല്ലേ, ഫെബ്രുവരി മാർച്ച് മാസത്തില് നമ്മുടെ പിള്ളേരുടെ ഒക്കെ പരീക്ഷ നടക്കുന്ന സമയമാണ്. അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ അല്ലെ? അത് അവരുടേതായിട്ടുള്ള കുറെ കാര്യം. പിന്നെ അതുപോലെ തന്നെ നോമ്പ് കാലമാണ്, ആൾക്കാരുണ്ട്, അവർക്ക് ജോലി ചെയ്യണം അല്ലെ, ജോലി സംബന്ധമായിട്ടുള്ള കുറെ പ്രശ്നങ്ങള്, ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഓരോ ദിവസവും ഓരോ ആളുകളും കടന്നു പോകുന്നത്. അതിന്റെ ഇടയിലാണ് അവരുടെ ഒരു ആഗ്രഹം കൊണ്ട്, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിന്റെ പ്ലസ് 2 ഒക്കെ സർട്ടിഫിക്കറ്റ് വേണം. അല്ലെങ്കിൽ എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് NIOSന്റെ 2026 ഏപ്രിൽ മാസത്തിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന 10ാം ക്ലാസ് പ്ലസ് 2 വിദ്യാർത്ഥികൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ പുതിയ ബാച്ചിലേക്ക്, അതായത് NIOSന്റെ 2026 ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ 10ാം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് 2 നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് വഴി നിങ്ങൾ പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേ, NIOS 2026 ഏപ്രിൽ മാസത്തിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന 10ാം ക്ലാസ് പ്ലസ് 2 വിദ്യാർത്ഥികൾക്ക് തിയറി പരീക്ഷകൾ നടക്കാനായിട്ട് ഇനി അധികം ദിവസങ്ങളില്ല എന്ന് തന്നെ നമുക്കറിയാം. കാരണം അടുത്ത മാസം അല്ലെ, മാർച്ച് മാസത്തിൽ നമ്മുടെ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷകൾ ആരംഭിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോ സയൻസ് വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ സയൻസ്, മാത്സ്, ഡേറ്റ എൻട്രി, ഹോം സയൻസ് അല്ലെ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ പ്രാക്ടിക്കൽ എക്സാമുകൾ ഉള്ളതാണ്. സോ ഈ പ്രാക്ടിക്കൽ എക്സാമുകൾ, നമ്മുടെ പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമുകൾ അടുത്ത മാസം ആരംഭിക്കുകയാണ് അല്ലെ, അതായത് 2026 മാർച്ച് മാസത്തിൽ ആരംഭിക്കുകയാണ്. അപ്പൊ അത് വെച്ചൊന്ന് നോക്കിക്കേ. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇനി തിയറി പരീക്ഷകൾ നടക്കാനായിട്ട് അധികം ദിവസങ്ങളൊന്നുമില്ല അല്ലെ. കാരണം 2026 ഏപ്രിൽ ഫസ്റ്റ് വീക്ക് തന്നെ നമ്മുടെ എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും നല്ല തിരക്കിലാണ്. ഇപ്പൊ തന്നെ നമ്മുടെ ലൈവ് ക്ലാസ് ആയാലും റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ ആണെങ്കിലും അധികം ആളുകളൊന്നും കാണുന്നില്ല എന്ന് തന്നെ എനിക്കറിയാം. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കുറെ തിരക്കുകളുണ്ട്. ഇപ്പൊ എന്നെ ജസ്റ്റ് വിളിച്ച് സംസാരിക്കുന്ന കുറെ ആളുകളുണ്ട്, അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം പറഞ്ഞു തരാമോ മിസ് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കറിയാം നിങ്ങളുടെ അവസ്ഥ. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. കാരണം നമ്മൾ എന്നാണോ ഈ സ്ഥാപനം ആരംഭിച്ചിട്ടുള്ളത് അന്ന് തൊട്ടേ നമ്മൾ വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിഞ്ഞു തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതിൽ ജോയിൻ ചെയ്യുന്ന, അതായത് NIOS വഴി 10ാം ക്ലാസ് ആയാലും പ്ലസ് 2 ആണെങ്കിലും കംപ്ലീറ്റ് ചെയ്യുന്ന എല്ലാ ആളുകളുടെയും പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ വീട്ടമ്മമാരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ മാർച്ച് മാസമാണല്ലേ, ഫെബ്രുവരി മാർച്ച് മാസത്തില് നമ്മുടെ പിള്ളേരുടെ ഒക്കെ പരീക്ഷ നടക്കുന്ന സമയമാണ്. അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ അല്ലെ? അതുപോലെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയമാണ്, അവർക്ക് ട്യൂഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള കുറെ കാര്യം. പിന്നെ അതുപോലെ തന്നെ നോമ്പ് കാലമാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ജോലി ചെയ്യണം ഇല്ലേ, ജോലി സംബന്ധമായിട്ടുള്ള കുറെ പ്രശ്നങ്ങള്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ കോഴ്സുകൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് അവർക്ക് ചിലപ്പോൾ എക്സാമിന് ടൈം ആയിരിക്കും ഈ ഒരു സമയം എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഓരോ ദിവസവും ഓരോ ആളുകളും കടന്നു പോകുന്നത്. അതിന്റെ ഇടയിലാണ് അവരുടെ ഒരു ആഗ്രഹം കൊണ്ട്, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിന്റെ പ്ലസ് 2 ഒക്കെ സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ അവരുടെ ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് ഓരോ ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് നിങ്ങൾ ഇവിടെ NIOS വഴി 10ാം ക്ലാസ്സും പ്ലസ് 2 ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ നടക്കുകയും ചെയ്യണം. എന്നാൽ നമുക്ക് 10ാം ക്ലാസ്സിന്റെ പ്ലസ് 2 സർട്ടിഫിക്കറ്റ് വേണം താനോ അല്ലെ. അപ്പൊ നമുക്ക് ഇതെല്ലാം മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, നിങ്ങൾ വെറുതെ ടെൻഷൻ ഒന്നും ആവണ്ട. നമ്മുടെ NIOSന്റെ പരീക്ഷ എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള പരീക്ഷയോ കാര്യമോ ഒന്നും അല്ല കേട്ടോ. എളുപ്പമുള്ള പരീക്ഷ തന്നെയാണ്. നിങ്ങൾക്ക് അത്യാവശ്യം എഴുതാനും വായിക്കാനും അറിയാവുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്കോട് കൂടി, നല്ലൊരു വിജയ ശതമാനത്തോടു കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു 10ാം ക്ലാസ്സും പ്ലസ് 2 ഒക്കെ കരസ്ഥമാക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ ഈ വെറുതെ ടെൻഷൻ അടിച്ച് ഇപ്പോഴേ ടെൻഷൻ അടിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല. ചില ആളുകൾ പരീക്ഷ ഫീസ് ഒക്കെ അടച്ചിട്ടുണ്ടാവും, ടെൻഷൻ കാരണം പറയും ഈ പ്രാവശ്യം പരീക്ഷ എഴുതുന്നില്ല, നെക്സ്റ്റ് ബാച്ചിൽ എഴുതുന്നുള്ളൂ എന്ന് പറയും. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്നോട് ചോദിക്കുന്ന എല്ലാ ആളുകളോടും ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, നിങ്ങൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും രണ്ടും കൽപ്പിച്ചു പോയി പരീക്ഷ എഴുതിക്കോളാനാ പറയുന്നത്. ബാക്കി നമുക്ക് എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം കാണാം
എന്ന് ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പരീക്ഷ എഴുതാനായിട്ട് അതല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ നിങ്ങൾ ഭയക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഭയം നിങ്ങൾ മാറ്റി വെച്ചേക്കുക. നിങ്ങൾ ധൈര്യമായിട്ട് പഠിച്ചാലും പഠിച്ചില്ലേലും, നമുക്കറിയാം എക്സാമിന്റെ ടൈം ആകുമ്പോൾ നമ്മുടെ ചാനലിലൂടെ തന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സിന്റെ ലൈവ് സെഷനും കാര്യങ്ങളൊക്കെ തരും അല്ലെ. ആ ലൈവ് സെക്ഷൻ മാത്രം കണ്ടിട്ട് നിങ്ങൾ പരീക്ഷ എഴുതാൻ പോക്കോ, 100% നിങ്ങൾ വിജയിക്കും എന്നുള്ള കാര്യം ഞാൻ പറയാണ്. അതുകൊണ്ട് പേടിച്ചിട്ട് അല്ലെങ്കിൽ ഭയത്തോടു കൂടി ഈ ഒരു പരീക്ഷ നിങ്ങൾ കാണരുത്. ഭയത്തോടു കൂടി നിങ്ങൾ പരീക്ഷ എഴുതാനായിട്ട് അല്ലെങ്കിൽ പേടിച്ചിട്ട് നിങ്ങൾ പരീക്ഷ എഴുതാതെ ഇരിക്കും, അങ്ങനെ ഒന്നും ചെയ്തേക്കരുത്. ധൈര്യമായിട്ട് നിങ്ങൾ പരീക്ഷ എഴുതിക്കോളൂ. നിങ്ങൾ പരീക്ഷ ഫീസ് ഈ ബാച്ചിൽ അടച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ച് നിങ്ങൾ പരീക്ഷ എഴുതണം കേട്ടോ. അപ്പൊ ഇത് വെറും വാക്കല്ല, പേടിച്ച് നിങ്ങൾ പിന്മാറിയേക്കല് പരീക്ഷ എഴുതണം. കാരണം നിങ്ങൾ പാസ്സാകും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. പരീക്ഷ നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ പോയി എഴുതണം. ലൈവ് സെക്ഷൻ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ പരീക്ഷ എഴുതാനായിട്ട് പോവുക. ഓക്കെ, അപ്പൊ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പേടിക്കൊന്നും ചെയ്യണ്ട. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? MCQ ടൈപ്പ് ചോദ്യങ്ങളാണ്. അതായത് എല്ലാ പാഠഭാഗത്തിനെയും ബേസ് ചെയ്തിട്ട് ഒരു ചോദ്യം ഉണ്ടാവും. PSCയുടെ ഒക്കെ പരീക്ഷ നടക്കുന്നത് പോലെ അല്ലെ. 4 ഓപ്ഷൻസ് ഉണ്ടാവും. ശരിയായ ഉത്തരം നമ്മൾ എന്ത് ചെയ്യണം? തെരഞ്ഞെടുക്കുക അല്ലെ. അപ്പൊ ആ തെരഞ്ഞെടുത്ത് നമ്മൾ എഴുതിയാൽ മതി. അങ്ങനെ ഒരു 10-20 ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാവും. അപ്പൊ അത് തന്നെ ഒന്ന് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ പേടിക്കാനുള്ളത് നമുക്ക് ഏതാണ്? ഈ പറഞ്ഞ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വരും. അപ്പൊ അത് മാത്രമേ നമുക്ക് ഇച്ചിരി പേടി വരുന്നത്. കാരണം അത് നമ്മൾ അവിടെ ആയിട്ട് ഒരു ഡാഷ് ഇട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അവിടെ നമ്മളായിട്ട് തന്നെ ആൻസർ എഴുതി കൊടുക്കണം. അവിടെ ഇച്ചിരി കടുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ അത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ എളുപ്പമാണ്. കാരണം ഷോർട്ട് ആൻസർ ഉണ്ട്, essay ടൈപ്പ് ഉണ്ട്, വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ടൈപ്പിൽ തന്നെ നിങ്ങൾക്കറിയാം മാച്ച് ദി ഫോളോയിങ് ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതി പ്രസ്താവന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വെറുതെ പേടിക്കേണ്ട. ക്വസ്റ്റ്യൻ പേപ്പർ എപ്പോഴും എല്ലാവർക്കും ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെയാണ്. പിന്നെ 10ാം ക്ലാസ്സുകാർക്ക് മാത്രമാണ് മീഡിയം അനുസരിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുക. മലയാളത്തിലാണെങ്കിൽ മലയാളം, ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷ്. ബാക്കി എല്ലാ സ്റ്റുഡൻസിനും, +2 സ്റ്റുഡൻസിന് എല്ലാവർക്കും തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലായിരിക്കും. എക്സാം നമുക്ക് മലയാളത്തിലാണെങ്കിലും എഴുതാനായിട്ട് സാധിക്കും. യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എങ്ങനെയാണ് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ ഓരോ വിഷയത്തിനും മൊഡ്യൂൾ ആയിട്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുള്ളത് അല്ലെ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനിപ്പോ ഇവിടെ ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് എടുക്കുകയാണെങ്കിൽ, ആ ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് മൊഡ്യൂൾ 1 ഇപ്പൊ ഒരു 3-4 ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡഡ് ആയിരിക്കും മൊഡ്യൂൾ 1 എന്ന് പറയുന്നത്. മൊഡ്യൂൾ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ആ മൊഡ്യൂൾ 2 കുറച്ച് ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതിനൊക്കെ ഓരോ വെയിറ്റേജ് ആയിരിക്കും. അതായത് മൊഡ്യൂൾ 1 ചിലപ്പോൾ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൊഡ്യൂൾ 2 ചിലപ്പോൾ 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. മൊഡ്യൂൾ 3 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. അങ്ങനെ ഓരോ സബ്ജക്റ്റിന് മൊഡ്യൂൾ വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ മൊഡ്യൂളിന് അതിൻ്റെതായിട്ടുള്ള വെയിറ്റേജും ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ മൊഡ്യൂൾ വൈസ് നോക്കാനായിട്ടോ വെയിറ്റേജ് നോക്കാനായിട്ടോ ഒന്നും ഇപ്പോൾ പോകണ്ട. കാരണം ചില സബ്ജക്റ്റുകളുടെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ വളരെ ടഫ് ആയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡഡ് ആണ് എന്തെന്ന് പറയുന്നത് മൊഡ്യൂൾ വൈസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തലയിൽ കയറാൻ എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ഏതാണോ അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്ത് ഇപ്പോൾ പഠിച്ചു പോകുക. എളുപ്പമുള്ള ചാപ്റ്റേഴ്സ്, അത്യാവശ്യം നിങ്ങൾക്ക് തലയിൽ നിൽക്കുന്ന ചാപ്റ്റേഴ്സ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അതായത് എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ഏതാണോ അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിക്കേണ്ട എന്നല്ല അർത്ഥമാക്കുന്നത്. എക്സാമിന്റെ ടൈം ആകുമ്പോൾ നമ്മൾ ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പറഞ്ഞു തരും അല്ലെ. അപ്പൊ അത് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രം നിങ്ങൾ നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ ചില കെമിസ്ട്രിയുടെ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അല്ലെ, കെമിസ്ട്രിയുടെ ഒക്കെ വരുമ്പോഴത്തേനും കുറച്ച് ചാപ്റ്റേഴ്സ് നമുക്ക് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്, ഓർമ്മ നിൽക്കാത്ത കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാലും അതുപോലത്തെ ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എളുപ്പം നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് പോവുക. അല്ലാതെ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് പറഞ്ഞു തരുന്ന ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഏതൊക്കെയാണോ അത് മാത്രം നിങ്ങൾ സെലക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ
പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണല്ലോ. ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിലൂടെ തന്നെ ഓരോ പാർട്ട് അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളും അതുപോലെ നമ്മുടെ ക്രാഷ് കോഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഇതെല്ലാം നമ്മുടെ ചാനലിലൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളുക. പരീക്ഷയ്ക്ക് നിങ്ങൾക്കത് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. വരും ദിവസങ്ങളിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് നമ്മൾ ഷെയർ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യം ഇപ്പൊ ഒന്ന് മനസ്സിലാക്കുക. മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ടെൻഷൻ ഒന്നും അടിക്കണ്ട. പരീക്ഷ എളുപ്പമായിരിക്കും. നല്ല രീതിയിൽ തന്നെ പഠിച്ച് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോഴേ ഒന്നും പഠിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ആളുകൾ ഒന്നും ടെൻഷൻ ആവാനായിട്ട് നിൽക്കേണ്ട. പരീക്ഷ എഴുതുന്നില്ല എന്നുള്ള ചിന്താഗതിയൊക്കെ മാറ്റി വെച്ചേക്കുക. പരീക്ഷ നിങ്ങൾ എഴുതും. നല്ലൊരു മാർക്കോടുകൂടി നിങ്ങൾ ഈ ഒരു പരീക്ഷയിൽ വിജയിക്കുകയും ചെയ്യും. അങ്ങനെ തന്നെ നിങ്ങൾ മുമ്പോട്ട് പോവുക. നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ടെൻഷനൊക്കെ മാറ്റി വെച്ച് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അത് കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് പൊക്കോളുക. നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിർത്തുന്നു. NIS നെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.